ഹായ് ഹലോ വെൽക്കം ബാക്ക്. മാവ് കുഴക്കെ പരത്തോ ഒന്നും തന്നെ ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്ടിപ്പത്തിരി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇഫ്താറിനൊക്കെ സ്പെഷ്യലായിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മൈദ വെച്ചിട്ടും അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നാകെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഞാനിത് അവിടെ നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലായിരിക്കും നമുക്കതിൻ്റെ ബാറ്റർ കിട്ടുക. ഒരുപാട് കട്ടിക്കും വേണ്ട, എന്നാൽ ഒത്തിരി ലൂസിലും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചില്ലി ഫ്ലക്സാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മീഡിയം സൈസിലുള്ള വലിയുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ശേഷം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കുറച്ചധികമായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മല്ലിയിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക. പിന്നെ അതിലേക്ക് പൊടികളായിട്ട് അതായത് ഇപ്പോൾ എരിവിനായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. ഇതുപോലെ ഒന്ന് പിച്ചെടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു ഫില്ലിങ്ങിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഈ ഒരു ഫില്ലിങ് ഒന്ന് ഡ്രൈ ആവണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചിക്കന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഫൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു ദോശയുടെ ബാറ്റർ ഉണ്ടല്ലോ, അത് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലത്തെ നല്ല കുഞ്ഞു ദോശ, അതായത് നൈസായിട്ടുള്ള ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുക കേട്ടോ. നമുക്ക് എത്രത്തോളം ലെയർ വേണം അതിനനുസരിച്ച് വേണം ഇവിടെ ദോശ ചുട്ടെടുക്കാനായിട്ട്. ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ലെയറോട് കൂടി തന്നെ നമുക്കൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ദോശ വെച്ചെടുക്കുക, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ചെടുക്കുക, വീണ്ടും അതിൻ്റെ മുകളിൽ ദോശ വെച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ലെയറായിട്ട് നമുക്ക് എത്ര ലെയർ വേണം അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് എത്രത്തോളം ഫില്ലിങ് ഉണ്ട് ആ ഫില്ലിങ് കഴിയുന്നത് വരെ നമുക്കിതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം വലിയ ലെയറോട് കൂടിയിട്ടുള്ള അപ്പം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലായിട്ട് ദോശ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിവിടെ കുറച്ച് കോഴിമുട്ട, ഒരു 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു എല്ലായിടത്തും കവർ ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് വശത്തൂടെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇത് അപ്പോൾ ഓൾറെഡി കുക്കായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ഇത് ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ മതിയാകും. ആദ്യം ഇത് കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമിൽ അടിയിൽ ഒരു പഴയ പാത്രം വെച്ചെടുക്കുക. അതിൻ്റെ മുകളിൽ വേണം ഈ ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലെയറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസിയായിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.